ഹലോ, ഗുഡ് ഈവനിങ് ടു ഓൾ. എല്ലാ മക്കൾക്കും ഇന്നത്തെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ആതിര. കെമിസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ഇന്ന് പഠിക്കാനാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പം അധികം വൈകാതെ തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സോ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ വളരെയധികം മിക്സ്ചേഴ്സും അതിന്റെ കമ്പോണൻസും ഒക്കെ ആയിട്ട് വളരെയധികം പരിചയപ്പെടേണ്ടതായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ധാരാളമായിട്ട് അറിയാം പല മിക്സ്ചേഴ്സ്, അതിന്റെ കമ്പോണൻസ്, അതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. സോ എന്റെ ചോദ്യം, ഈ കമ്പോണൻസിനെ, മിക്സ്ചേഴ്സിന്റെ കമ്പോണൻസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ്. സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും അല്ലെ. കമ്പോണൻസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് അത് പോസിബിൾ ആകുന്നത്? ഓക്കെ, അപ്പം ഓരോ മിക്സ്ചറിലെയും കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് മെത്തേഡ്, പലതരത്തിലുള്ള മെത്തേഡുകൾ പോസിബിൾ ആണ്. ഇപ്പം സബ്ലിമേഷൻ, അല്ലെങ്കിൽ ക്രൊമാറ്റോഗ്രഫിക് മെത്തേഡ്സ്, സെപ്പറേറ്റിംഗ് ഫണൽ, അങ്ങനെ പലതരത്തിലുള്ള സെപ്പറേറ്റിംഗ് ടെക്നിക്സ് ഉണ്ട്. നിങ്ങൾ അത് പഠിക്കുന്നതുമാണ്. പക്ഷേ ഏത് തരത്തിലുള്ള സെപ്പറേഷൻ ടെക്നിക്കാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും? ആ മിക്സ്ചറിലെ കമ്പോണൻസിന്റെ സ്വഭാവത്തെ അടിസ്ഥാനപ്പെടുത്തി. ഓക്കെ, മിക്സ്ചറിലെ കമ്പോണൻസിന്റെ സ്വഭാവത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നമ്മൾ ഏത് മിക്സ്ചറാണ് ഏത് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഇതാണ്, സെപ്പറേറ്റിംഗ് ദ കമ്പോണൻസ് ഓഫ് എ മിക്സ്ചർ. ഓക്കെ, അപ്പൊ നമ്മളിപ്പം നിത്യജീവിതത്തില് വിവിധങ്ങളായ സന്ദർഭങ്ങളുമായിട്ട് നമ്മൾ നേരിട്ട് പരിചയപ്പെടേണ്ടി വരാറുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ചായ നമ്മൾ ഉണ്ടാക്കുന്നു. അപ്പൊ ചായ അരിക്കണമല്ലോ. ചായയിലെ തേയില സെപ്പറേറ്റ് ആയിട്ട് മാറ്റി കഴിച്ചിട്ട് വേണം നമുക്ക് ചായ കുടിക്കാനായിട്ട്. അതിന് ഏത് ടെക്നിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അരിക്കൽ, അല്ലെ, സീവിങ് എന്ന് പറഞ്ഞൊരു ടെക്നിക്കാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അതല്ല, ഇപ്പം അരിയും കല്ലുകളും, അരിക്കകത്ത് കല്ല് ഉണ്ടാവാറുണ്ടല്ലോ. ആ കല്ല് എങ്ങനെയാണ്, അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അമ്മമാരൊക്കെ അതെങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നത്. ഏത് മെത്തേഡാണ് അതിനെ യൂസ് ചെയ്യുന്നത്? ഹാൻഡ് പിക്കിംഗ് മെത്തേഡ്, അല്ലെ. കല്ല് കൈകൊണ്ടെടുത്ത് കളയുവാണ് അമ്മ ചെയ്യുന്നത്, അല്ലെ. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, ഞാനൊരു സോൾട്ട് വാട്ടർ മിക്സ്ചർ, അതായത് ഉപ്പിന്റെയും ജലത്തിന്റെയും ഒരു മിക്സ്ചർ നിങ്ങൾക്ക് തരികയാണ്. എന്റെ ആവശ്യം ഈ സോൾട്ട് വാട്ടർ മിക്സ്ചറിലെ സോൾട്ടിനെയും വാട്ടറിനെയും സെപ്പറേറ്റ് ചെയ്യണം. എന്ത് ടെക്നിക്കായിരിക്കും ഉപയോഗിക്കുന്നത്? ഹാൻഡ് പിക്കിംഗ് മെത്തേഡ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒരിക്കലും അല്ല, അല്ലെ. കൈകൊണ്ട് പെറുക്കിയാണോ നമ്മൾ ആ ഉപ്പിനെ എടുത്ത് മാറ്റുന്നത്? അല്ല. അതിന് നമുക്ക് നോർമലി നിങ്ങൾ കുഞ്ഞു ക്ലാസ്സുകളിലെ പഠിക്കുന്നത് എന്താണ്? ബാഷ്പീകരണം അല്ലെങ്കിൽ വേപ്പറൈസേഷൻ ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കാം, അല്ലെ. സോൾട്ട് വാട്ടറിന് നന്നായിട്ടൊന്ന് ചൂടാക്കി കഴിയുമ്പോഴത്തേനും അതിലെ ജലം മുഴുവൻ വേപ്പറൈസ് ചെയ്ത് നീരാവിയായിട്ട് പോകും. ആ പാത്രത്തിൽ നമുക്ക് ഉപ്പ് അവശേഷിക്കും. അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ ഉപ്പിനെയും വെള്ളത്തിനെയും രണ്ടും എനിക്ക് വേണം. സെപ്പറേറ്റ് ചെയ്തിട്ട് സോൾട്ട് വാട്ടർ മിക്സ്ചറിലെ ഉപ്പും എനിക്ക് വേണം, ജലവും എനിക്ക് വേണം. അങ്ങനെയാണെങ്കിൽ ഏത് സെപ്പറേറ്റിംഗ് ടെക്നിക് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക എന്ന ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട രണ്ട് ടെക്നിക്കുകളാണ്. ആസ് യു ക്യാൻ സീ ഇൻ ദ സ്ലൈഡ്, ദാറ്റ് ഇസ് ഡിസ്റ്റിലേഷൻ ആൻഡ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഓക്കെ, ഡിസ്റ്റിലേഷനും ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനും എന്താണത്? വളരെയധികം കൺഫ്യൂസിംഗ് ആണ് കുട്ടികൾക്ക് സാധാരണയായിട്ട്. ഇത് രണ്ടും ഒന്നാണോ, എന്താണ് നമ്മളുടെ വ്യത്യാസം, അത്ര പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമല്ല. സോ അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ ക്ലാസ്സോടുകൂടി തീർച്ചയായിട്ടും നിങ്ങൾക്കിത് നന്നായിട്ട് ക്ലിയർ ആവും. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഈസ് ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം. മലയാളത്തിൽ പറയുന്നതാണ് സ്വേദനം. എന്താണ് ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം എന്ന് പറയുന്നത്? നോക്കൂ, നിങ്ങൾക്ക് സ്ലൈഡിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഡെഫിനിഷൻ കാണാവുന്നതാണ്. നോക്കി, എന്താണത്? when one component is volatile and the other component is not volatile under the same conditions, they can be separated using distillation technique. Okay, എന്താണ് ഈ volatile? What's meant by volatile? volatile എന്ന് പറഞ്ഞാൽ വേപ്പറൈസ് ചെയ്യുന്ന ഒരു വസ്തുവിനെ നമ്മൾ പറയുന്നത് ഇറ്റ്സ് എ volatile substance. ഓക്കെ, ബാഷ്പീകരിച്ചു പോകുന്ന ഒരു വസ്തുവിനെ നമ്മൾ പറയുന്ന പേരാണ് volatile.
അതേസമയം ബാഷ്പീകരിക്കാത്ത ഒരു വസ്തുവിനെ നമ്മൾ പറയുന്നത് എന്താണ്? നോൺ വോളറ്റൈൽ. അതിനെ നമ്മൾ നോൺ വോളറ്റൈൽ എന്ന് വിളിക്കും. അപ്പൊ നോക്കൂ, മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതുമായാൽ സ്വേദനം എന്ന പ്രക്രിയയിലൂടെ നമുക്ക് അവയെ വേർതിരിക്കാമെന്നാ പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എങ്ങനെയാണെന്ന്. ഓക്കെ, നിങ്ങൾക്ക് ആ സ്ലൈഡിൽ കാണാം. എന്താണ്? അവിടെ ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്, നമുക്ക് ഇങ്ങനെ ചുവട് ഉരുണ്ട ഒരു ഫ്ലാസ്ക് നമ്മൾ സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് എന്താ എടുത്തിരിക്കുന്നത്? സോൾട്ട് വാട്ടർ. ഓക്കെ, ആ ഡിസ്റ്റിലേഷൻ ഫ്ലാസ്കില് സോൾട്ട് വാട്ടർ, അത് ഒരു കോർക്ക് കൊണ്ട് അതിനെ സ്ട്രോങ് ആയിട്ട് അടച്ചിട്ടുണ്ട്. പിന്നെ ഒരു തെർമോമീറ്റർ വെച്ചിട്ടുണ്ട്. ആൻഡ് യു ക്യാൻ സി എ കണ്ടൻസർ ദെയർ. ദെൻ ഒരു കോണിക്കൽ ഫ്ലാസ്ക്. ഇത്രയും കാര്യങ്ങൾ ആ എക്സ്പെരിമെന്റൽ സെറ്റപ്പിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ആ സോൾട്ട് വാട്ടറിനെ ഒരു ബർണർ ഉപയോഗിച്ച് നന്നായിട്ട് അങ്ങ് ചൂടാക്കുന്നു. ചൂടാക്കി കഴിയുമ്പോഴത്തേനും നിങ്ങൾക്കറിയാം, ഇതിലെ വോളറ്റൈൽ കമ്പോണന്റ് അഥവാ ബാഷ്പീകരണശീലമുള്ള അല്ലെങ്കിൽ വേപ്പറൈസ് ചെയ്യുന്ന കമ്പോണന്റ് ഏതാണ്? ദാറ്റ് ഈസ് വാട്ടർ. വാട്ടർ ആണ് അവിടുത്തെ വോളറ്റൈൽ കമ്പോണന്റ്. സോൾട്ട് ആണ് അവിടുത്തെ നോൺ വോളറ്റൈൽ അഥവാ ബാഷ്പീകരണശീലമില്ലാത്ത അഥവാ വേപ്പറൈസ് ചെയ്യാത്ത കമ്പോണന്റ് എന്ന് പറയുന്നത് ഏതാണ്? സോൾട്ട് ആണ്. സോ നന്നായിട്ട് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കാണാൻ പറ്റും, സോൾട്ട് വാട്ടർ ബോയിൽ ചെയ്തിട്ട് എന്ത് പറ്റും? ജലമെല്ലാം വേപ്പറൈസേഷൻ നടന്ന് മുഴുവൻ നീരാവിയായിട്ട് അല്ലെങ്കിൽ വേപ്പേഴ്സ് ആയിട്ട് ബാഷ്പീകരിച്ചു പോകും. ആ ബാഷ്പീകരിച്ചു പോകുന്ന വേപ്പേഴ്സിനെ നമ്മൾ ഏത് അപ്പാരറ്റസിലേക്ക് കടത്തിവിടും? ദാറ്റ് ഈസ് കോൾഡ് കണ്ടൻസർ. നോക്കൂ, നിങ്ങൾക്ക് ആ ഫിഗറിൽ കാണാൻ പറ്റും കണ്ടൻസർ. കണ്ടൻസർ ഇതുണ്ടോ? ദിസ് ഇസ് കോൾഡ് കണ്ടൻസർ. ഈ കണ്ടൻസറിലൂടെ ഇവിടുന്ന് ബാഷ്പീകരിച്ച് വരുന്ന ജലത്തെ ഈ കണ്ടൻസർ ബാഷ്പീകരിച്ച് വരുമ്പോൾ അത് ജലമല്ലല്ലോ, ദാറ്റ് ഈസ് വേപ്പേഴ്സ്. ആ വേപ്പേഴ്സിനെ നമ്മൾ ഈ കണ്ടൻസറിലൂടെ കടത്തിവിടുന്നു. എന്താണ് ഈ കണ്ടൻസറിന്റെ ജോലി? കണ്ടൻസറിന്റെ ജോലി എന്ന് പറയുന്നത് അതിലൂടെ കടന്നു പോകുന്ന വേപ്പേഴ്സിനെ കണ്ടൻസേഷൻ ചെയ്യുക അഥവാ സാന്ദ്രീകരിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടൻസേഷൻ ചെയ്യുക അല്ലെങ്കിൽ അതിനെ പറയുന്നത് എന്താണ്? സാന്ദ്രീകരിക്കുക. അതായത് വേപ്പേഴ്സിനെ സാന്ദ്രീകരിക്കുമ്പോൾ അത് തിരിച്ച് തണുത്തുറഞ്ഞ് ദ്രാവക അവസ്ഥയിലേക്ക് മാറും. അതാണ് കണ്ടൻസറിന്റെ ജോലി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ സോൾട്ട് വാട്ടറിലെ ജലം ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അവ തിളച്ച് നീരാവിയായി ആ വേപ്പേഴ്സായി. ആ വേപ്പേഴ്സിനെ നമ്മൾ ഈ കണ്ടൻസറിലൂടെ കടത്തിവിട്ട് കഴിയുമ്പോൾ വീണ്ടും അത് ഏത് സ്റ്റേറ്റിലേക്ക് വരുന്നു? അതെ, ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വരുന്നു. ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് പറ്റും? അതിനെ നേരെ പ്യുവർ വാട്ടർ അല്ലെ, ആ പ്യുവർ വാട്ടറിനെ നമ്മൾ ഈ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ശേഖരിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പ്യുവർ വാട്ടർ കിട്ടി. ഓക്കെ, ഒരു കമ്പോണന്റ് നമുക്ക് എന്താണ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അടുത്ത കമ്പോണന്റ് എനിക്ക് എന്താ വേണ്ടേ? സോൾട്ടാ വേണ്ടത്. ആ സോൾട്ട് എന്താണ്? ദാറ്റ്സ് എ നോൺ വോളറ്റൈൽ കമ്പോണന്റ്. അതാ ഡിസ്റ്റിലേഷൻ ഫ്ലാസ്ക്, ആ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ അതുപോലെ ഉണ്ടാവും. അപ്പം എന്താണ്? എനിക്ക് രണ്ട് കമ്പോണൻസും എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടി. അതായത് എന്റെ സോൾട്ടും എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടി, അതുപോലെ തന്നെ അതിലെ ജലവും എനിക്ക് മറ്റൊരു പാത്രത്തിൽ സെപ്പറേറ്റ് ആയിട്ട് കിട്ടി. സോ ദിസ് ഇസ് കോൾഡ് ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം. അപ്പം സ്വേദനം നടക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഏതാണ്? മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റേ ഘടകം അല്ലെങ്കിൽ മറ്റു ഘടകങ്ങൾ സെയിം കണ്ടീഷൻസിൽ ബാഷ്പീകരണശീലമില്ലാത്തതും അഥവാ നോൺ വോളറ്റൈലും ആകുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഏത് ടെക്നിക്ക് യൂസ് ചെയ്യാം? ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം എന്ന ടെക്നിക്ക് യൂസ് ചെയ്യാം. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ മറ്റൊരു മിക്സ്ചർ എടുക്കുകയാണ്. ദാറ്റ് ഈസ് എന്റെ കയ്യിലുള്ളത് അസറ്റോണിന്റെയും വാട്ടറിന്റെയും ഒരു മിക്സ്ചറാണ്. അങ്ങനെ കരുതുക, അസറ്റോണിന്റെയും വാട്ടറിന്റെയും ഒരു മിക്സ്ചറാണ് എന്റെ കയ്യിലുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും, അസറ്റോണും എന്താണ്? വോളറ്റൈൽ കമ്പോണന്റ് ആണ്. അതുപോലെ തന്നെ വാട്ടറും വോളറ്റൈൽ കമ്പോണന്റ് ആണ്. അപ്പൊ എങ്ങനെ നമ്മൾ ഇതിനെ എന്താണ് സെപ്പറേറ്റ് ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു കമ്പോണന്റ് വോളറ്റൈലും മറ്റേ കമ്പോണന്റ് നോൺ വോളറ്റൈലും. പക്ഷെ ഇവിടെ എന്താ സിറ്റുവേഷൻ? ബോത്ത് ദ കമ്പോണന്റ്സ് ആർ വോളറ്റൈൽ. രണ്ട് കമ്പോണന്റ്സും ഏതിലാണ് നിൽക്കുന്നത്? വോളറ്റൈൽ കണ്ടീഷനിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ ഒരു നമുക്ക് ഡിസ്റ്റിലേഷനെ മറ്റൊരു രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അതെന്താണെന്ന് എഴുതിയാല്, ഇപ്പം ബോത്ത് ദ കമ്പോണന്റ് നോക്കൂ, distillation is used when there is a large difference in the boiling points of the components of a mixture.
ദാറ്റ് ഈസ് തമ്മിൽ കലരുന്ന ദ്രാവകങ്ങൾ അടങ്ങിയ മിശ്രിതത്തിലെ ഘടകങ്ങൾക്ക് തിളനിലയിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അവയെ വേർതിരിക്കാനും നമുക്ക് സ്വേദനം എന്ന ടെക്നിക്ക് യൂസ് ചെയ്യാം. എന്താണ് ഈ തിളനില? ഓഫ് കോഴ്സ് ആദ്യം വരുന്ന ചോദ്യമാണ്. തിളനില അഥവാ ബോയിലിംഗ് പോയിന്റ്. തിളനില അഥവാ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ, ഒരു ലിക്വിഡ് ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് കോൾഡ് ബോയിലിംഗ് പോയിന്റ്. അത്രേ ഉള്ളൂ. ഇപ്പൊ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എല്ലാവർക്കും അറിയാം, എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ്. അത്ര കൺഫ്യൂഷന്റെ ആവശ്യമില്ല. അങ്ങനെ വരുമ്പം നമ്മുടെ അസറ്റോൺ, നമ്മളിപ്പോ എടുക്കാൻ പോകുന്ന മിക്സ്ചർ എന്ന് പറയുന്നത് ഏതാണ്? അസറ്റോണിന്റെയും വാട്ടറിന്റെയും കൂടെ ഒരു മിക്സ്ചർ ആണ്. രണ്ടും വോളറ്റൈൽ കമ്പോണന്റ് ആണ്. പക്ഷെ ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ രണ്ടുപേരുടെയും തിളനില അഥവാ ബോയിലിംഗ് പോയിന്റ്സ് തമ്മിൽ there is huge difference. നോക്കൂ, അസറ്റോണിന്റെ ബോയിലിംഗ് പോയിന്റ് യു ക്യാൻ സീ ഇൻ ദ സ്ക്രീൻ. ദാറ്റ് ഈസ് അസറ്റോണിന്റെ ബോയിലിംഗ് പോയിന്റ് 56 ഡിഗ്രി സെൽഷ്യസും വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസുമാണ്. ഓക്കെ, അപ്പം അതിനകത്ത് തന്നെ കാണാൻ പറ്റും ഓൾമോസ്റ്റ് ഒരു 50 ഡിഗ്രി സെൽഷ്യസിന്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അങ്ങനെ ബോയിലിംഗ് പോയിന്റിൽ ലാർജ് ഡിഫറൻസ് ഉള്ള രണ്ട് ദ്രാവകങ്ങൾ, അല്ലെങ്കിൽ രണ്ട് വസ്തുക്കളുടെ മിക്സ്ചറിൽ നിന്ന് ഈ രണ്ട് വസ്തുക്കളെ സെപ്പറേറ്റ് ചെയ്യാനും നമുക്ക് ഡിസ്റ്റിലേഷൻ എന്ന ടെക്നിക്ക് ഉപയോഗിക്കാം. എങ്ങനെയാണെന്ന് നോക്കൂ. നിങ്ങൾക്ക് ആ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് കാണാൻ പറ്റും. അസറ്റോണിന്റെയും വാട്ടറിന്റെയും ഒരു മിക്സ്ചർ നമ്മൾ ഡിസ്റ്റിലേഷൻ ഫ്ലാസ്കിൽ എടുത്തിട്ടുണ്ട്. നേരത്തെ പോലെ തന്നെ തെർമോമീറ്റർ എന്തിനാണ്? ഈ ടെമ്പറേച്ചർ കാണാനായിട്ടാണ്. എത്ര ടെമ്പറേച്ചറിലാണ് ഓരോ ഘടകങ്ങളും ബോയിൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവണമല്ലോ. എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഒരാൾക്ക് മനസ്സിലാവണമല്ലോ. സോ യു ക്യാൻ സീ അപ്പോൾ തെർമോമീറ്റർ ഉണ്ട്. തെർമോമീറ്ററിന് അത് കഴിഞ്ഞ് അതിനെ ഒരു ക്ലാമ്പ് ഉപയോഗിച്ച് ഒരു വാട്ടർ കണ്ടൻസറിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അസറ്റോൺ വാട്ടർ മിക്സ്ചർ നമ്മൾ ബോയിൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? തിളനില കുറഞ്ഞ അസറ്റോൺ 56 ഡിഗ്രി സെൽഷ്യസ്, ഈ തെർമോമീറ്ററിൽ ഒരു 56 ഡിഗ്രി സെൽഷ്യസ് കാണിക്കുമ്പോഴത്തേനും അസറ്റോൺ ഈ സ്റ്റാർട്ടഡ് ടു ബോയിൽ. ആദ്യം അസറ്റോൺ ബോയിൽ ചെയ്ത് വേപ്പേഴ്സ് ആകുന്നു. ആ വേപ്പേഴ്സിനെ നമ്മൾ ഈ വാട്ടർ കണ്ടൻസറിലൂടെ കടത്തിവിടുന്നു. വാട്ടർ കണ്ടൻസറിലൂടെ കടത്തിവിടുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് ഞാൻ പറഞ്ഞേ? കണ്ടൻസേഷൻ അഥവാ സാന്ദ്രീകരണം. അസറ്റോൺ വേപ്പേഴ്സ് ഈ വാട്ടർ കണ്ടൻസറിലൂടെ കടന്നു പോകുമ്പോൾ അവയ്ക്ക് സാന്ദ്രീകരണം സംഭവിച്ച് തിരിച്ചത് ലിക്വിഡ് അസറ്റോൺ ആയിട്ട് മാറുന്നു. ആ പ്യുവർ ലിക്വിഡ് അസറ്റോണിനെ നമ്മളൊരു ബീക്കർ വെച്ചിട്ട് ശേഖരിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അസറ്റോൺ കിട്ടി. പ്യുവർ അസറ്റോൺ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് എന്താ വേണ്ടത്? ഇതിനകത്തെ ജലം, ഈ മിക്സറിലെ ജലം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടണം. അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? വീണ്ടും ബോയിൽ ചെയ്യുമ്പോഴത്തേനും ഒരു 100 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോഴത്തേനും ഈ വാട്ടറും ബോയിൽ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ആ വാട്ടർ വേപ്പേഴ്സും എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ വാട്ടർ കണ്ടൻസറിലൂടെ കടത്തി വിടുന്നു. വാട്ടർ കണ്ടൻസറിലൂടെ കടന്ന് തിരിച്ചത് വീണ്ടും ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. മറ്റൊരു ബീക്കർ വെച്ചിട്ട് നമ്മൾ അതിനെ കളക്ട് ചെയ്യുന്നു, ആ വാട്ടറിനെ കണക്ട് ചെയ്യുന്നു. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും, ഒരു മിശ്രിതത്തിലെ ഘടകങ്ങൾക്ക് തിളനിലയിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അവയെ വേർതിരിക്കാൻ നമുക്ക് സ്വേദനം, ഡിസ്റ്റിലേഷൻ എന്ന ടെക്നിക്ക് ഉപയോഗിക്കാം എന്ന് പറയാം. സോ ദിസ് ഈസ് കോൾഡ് ഡിസ്റ്റിലേഷൻ. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാം എന്താണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അഥവാ ആംശിക സ്വേദനം. ആംശിക സ്വേദനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. So you can see in the slide, that is fractional distillation is used when there is only a small difference in the boiling points of the components of a mixture. അതായത് ഒരു മിശ്രിതത്തിലെ ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളെങ്കിൽ അവയെ വേർതിരിക്കാൻ നമുക്ക് ഏത് ടെക്നിക്ക് ഉപയോഗിക്കാം? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അഥവാ ആംശിക സ്വേദനം ഉപയോഗിക്കാം. അപ്പം സാധാരണയായിട്ട് കുട്ടികൾക്ക് വരുന്ന ഒരു കൺഫ്യൂഷനാണ്, എന്താണ് ഈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, എന്താണ് ഇതിന് സ്വേദനവും ആംശിക സ്വേദനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നത് ചോദ്യം. നമുക്കിപ്പോ ഒരു എക്സാമ്പിൾ എടുക്കാം. നോക്കൂ, എഥനോൾ മെഥനോൾ ഒരു മിക്സ്ചർ, എഥനോളും മെഥനോളും കൂടെ കൂടിക്കലർന്ന ഒരു മിശ്രിതമാണ് എനിക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടത്. അതിനകത്ത് എനിക്ക് എഥനോളിനെയും സെപ്പറേറ്റ് ആയിട്ട് വേണം, അതുപോലെ തന്നെ മെഥനോളിനെയും എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണം. എന്താണ് ഞാൻ അതിനുവേണ്ടി ചെയ്യുക? നമ്മുടെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് നോക്കൂ. നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാൻ പറ്റും. എന്താണ്? ഡിസ്റ്റിലേഷൻ ഫ്ലാസ്ക് ഉണ്ട്, അതിൽ എഥനോൾ മെഥനോൾ മിക്സ്ചർ ഉണ്ട്, നേരത്തെ പോലെ ഒരു തെർമോമീറ്റർ ഉണ്ട്, വാട്ടർ കണ്ടൻസർ ഉണ്ട്, കളക്ട് ചെയ്യുന്ന ഒരു അപ്പാരറ്റസ് ഉണ്ട്. പക്ഷെ ഒരു കാര്യം അവിടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. എന്താണ്? ദിസ് ഫ്രാക്ഷനേറ്റിംഗ് കോളം. കണ്ടോ? ഇത് എവിടുന്ന് വന്നു? ഇപ്പം
ഫ്രാക്ഷനേറ്റിംഗ് കോളം. ഫ്രാക്ഷനേറ്റിംഗ് കോളം ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, എന്താണ് ഈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ? ഈ ഫ്രാക്ഷനേറ്റിംഗ് കോളം എന്ന് പറയുന്നത്, ഈ ഫ്രാക്ഷനേറ്റിംഗ് കോളം എന്ന് പറഞ്ഞാല് നമുക്ക് അതിനകത്ത് കുറച്ച് നോക്കി, ഇത് ഒരു മെറ്റൽ പീസസ് അല്ലെങ്കിൽ ഗ്ലാസ് ബീഡ്സ് ഇങ്ങനെ നിരനിരയായി അടുക്കി വെച്ചിരിക്കുന്ന ഒരു സെറ്റപ്പ്, അതാണ് ഈ ഫ്രാക്ഷനേറ്റിംഗ് കോളം എന്ന് പറയുന്നത്. ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിലൂടെ വേപ്പേഴ്സ് കടന്നു പോകുമ്പോൾ ആ വേപ്പേഴ്സിന് ആവർത്തിച്ചുള്ള ബാഷ്പീകരണവും സാന്ദ്രീകരണവും സംഭവിക്കുന്നു. ഓക്കെ, റിപ്പീറ്റഡ് വേപ്പറൈസേഷൻ ആൻഡ് കണ്ടൻസേഷൻ. അതായത് വേപ്പറൈസേഷൻ നടക്കുന്നു, കണ്ടൻസേഷൻ നടക്കുന്നു, വേപ്പറൈസേഷൻ നടക്കുന്നു, കണ്ടൻസേഷൻ നടക്കുന്നു. അത് റിപ്പീറ്റഡ് ആയിട്ട് വേപ്പറൈസേഷനും കണ്ടൻസേഷനും നടക്കുന്നു. അതാണ് ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിലൂടെ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്നത്. സോ നമ്മൾ എടുത്തേക്കുന്ന മിക്സ്ചർ ഏതാണ്? അതെ, എഥനോളിന്റെയും മെഥനോളിന്റെയും ഒരു മിക്സ്ചർ ആണ്. നോക്കൂ, എഥനോളിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? 78 ഡിഗ്രി സെൽഷ്യസ്. മെഥനോളിന്റെ ബോയിലിംഗ് പോയിന്റോ 65 ഡിഗ്രി സെൽഷ്യസ്. അവരുടെ ബോയിലിംഗ് പോയിന്റുകൾ തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ. തിളനിലകൾ തമ്മിൽ എന്താണ്? there is a small difference between the boiling points. അങ്ങനെ വരുമ്പം നമ്മള് ഒരു ഹീറ്റിംഗ് അപ്പാരറ്റസ്, ഒരു ബർണർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ എഥനോൾ മെഥനോൾ മിക്സറിനെ ബോയിൽ ചെയ്യാൻ തുടങ്ങുന്നു. ബോയിൽ ചെയ്യുമ്പോൾ ആദ്യം ആരായിരിക്കും ബോയിൽ ചെയ്യുന്നത്? നമുക്ക് ഈ തെർമോമീറ്ററിൽ കാണാൻ പറ്റും. ഒരു 65 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ മെഥനോൾ സ്റ്റാർട്ടഡ് ടു ബോയിൽ. മെഥനോൾ ബോയിൽ ചെയ്യാൻ തുടങ്ങുന്നു. ആ മെഥനോൾ വേപ്പേഴ്സ് ആദ്യം ഈ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിലൂടെ കടന്നു പോകുന്നു. ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്? റിപ്പീറ്റഡ് വേപ്പറൈസേഷൻ ആൻഡ് കണ്ടൻസേഷൻ, ആവർത്തിച്ചുള്ള ബാഷ്പീകരണവും സാന്ദ്രീകരണവും നടക്കുന്നു. ആവർത്തിച്ചുള്ള ബാഷ്പീകരണവും സാന്ദ്രീകരണത്തിന് ശേഷം ആ മെഥനോൾ വേപ്പേഴ്സ് ഈ കണ്ടൻസറിലൂടെ കടന്നു പോകുന്നു. കണ്ടൻസറിൽ വെച്ച് അത് ലിക്വിഡ് മെഥനോൾ ആയിട്ട്, വേപ്പേഴ്സ് തിരിച്ച് ലിക്വിഡ് മെഥനോൾ ആയിട്ട് മാറുന്നു. ആ ലിക്വിഡ് മെഥനോൾ, പ്യുവർ ലിക്വിഡ് മെഥനോളിനെ നമ്മളൊരു റിസീവിംഗ് ഫ്ലാസ്ക് വെച്ചിട്ട് കളക്ട് ചെയ്യുന്നു. ഓക്കെ, വീണ്ടും നമ്മൾ ഈ സൊല്യൂഷൻ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഒരു തൊട്ട് പുറകെ തന്നെ അല്ലെ, അധികം വൈകാതെ തന്നെ ഇവനും എത്തും. ആരെത്തും? എഥനോളും എത്തും. ഒരു 78 ഡിഗ്രി സെൽഷ്യസ് ആവുമ്പോൾ എഥനോളും സ്റ്റാർട്ടഡ് ടു ബോയിലിംഗ്. ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിലൂടെ ആവർത്തിച്ചുള്ള സാന്ദ്രീകരണവും ബാഷ്പീകരണവും സംഭവിച്ച് വീണ്ടും കണ്ടൻസറിലൂടെ കടക്കുന്നു. അവിടെ വെച്ചത് ലിക്വിഡ് എഥനോളായിട്ട് മാറുന്നു. ആ ലിക്വിഡ് എഥനോളിനെ അഥവാ പ്യുവർ എഥനോളിനെ നമ്മളൊരു റിസീവിംഗ് ഫ്ലാസ്ക് വെച്ചിട്ട് ശേഖരിക്കുന്നു. അപ്പം ഇത്തരത്തിൽ എഥനോൾ മെഥനോൾ പോലെ തിളനിലയിൽ ചെറിയ വ്യത്യാസമുള്ള ഒരു കമ്പോണൻസ് ഉള്ള മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്യാനും നമുക്ക് മെഥനോൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ മറ്റൊരു ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു എക്സാമ്പിൾ ആണ് ദാറ്റ് ഇസ് ദ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് ക്രൂഡ് ഓയിൽ. ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ക്രൂഡ് ഓയിൽ ഇസ് എ മിക്സ്ചർ ഓഫ് ഹൈഡ്രോകാർബൺസ് വിത്ത് സ്മോൾ ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ്. തിളനിലയിൽ വളരെ ചെറിയ വ്യത്യാസമുള്ള ഹൈഡ്രോകാർബണുകൾ. നോക്കൂ, പെട്രോൾ, കെറോസിൻ, ഡീസൽ, ഫ്യുവൽ ഓയിൽ, അതുപോലെ തന്നെ ബ്യൂട്ടൈൻ, പ്രൊപ്പൈൻ, അതുപോലെയുള്ള പലതരത്തിലുള്ള ഹൈഡ്രോകാർബണുകളുടെ ഒരു മിക്സ്ചർ ആണ് ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത്. സോ ഈ ക്രൂഡ് ഓയിലിനെ, ഈ ഡിഫറെന്റ് കമ്പോണൻസിനെ വേർതിരിക്കാനും നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. സോ ഡിസ്റ്റിലേഷൻ ആൻഡ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ രണ്ടും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ടെക്നിക്ക് മനസ്സിലാവുന്നതിനോടൊപ്പം തന്നെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് എക്സാമ്പിൾസ് ഇസ് മോർ ഇമ്പോർട്ടന്റ്. ഓരോ ടെക്നിക്കിന്റെയും അക്കോർഡിംഗ് ആയിട്ടുള്ള എക്സാമ്പിൾസിന് നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കണം. സോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.